ഹലോ, ഇന്ന് നമ്മൾ ഇതുപോലുള്ള കുറച്ച് ഫ്ലവേഴ്സാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഇതുപോലുള്ള കുറച്ച് പ്ലാസ്റ്റിക് കവറുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും നമുക്ക് ഇതുപോലൊരു പീസ് വെട്ടിയെടുക്കണം. ഇങ്ങനെ വെട്ടിയെടുത്തതിന് ശേഷം ഒരു ഈർക്കിലെടുത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഈ ഭാഗം വരുന്നിടം വെച്ച് നമുക്ക് നൂലുപയോഗിച്ചൊന്ന് ഇതുപോലെ കെട്ടിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഫ്ലവറാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് കവർ ഇതുപോലെ ഈർക്കിലേക്കൊന്ന് വെച്ച് കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ അടിഭാഗം നൂലുപയോഗിച്ച് ഇതുപോലെ ഒന്ന് കെട്ടിയെടുക്കണം. അപ്പം ഞാനിതുപോലെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മുകളിലേക്ക് വലിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുത്ത് ഇതിൻ്റെ അരികിലൂടെ വിരലുപയോഗിച്ച് ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കണം. ഇതുപോലെ പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുത്ത വേറെയും ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കണ്ടു നോക്കണേ. ഇനി നമുക്കൊരു ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് ഇതിൻ്റെ സ്റ്റെം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. അപ്പോഴേ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഞാൻ ബ്ലാക്ക് കളർ പെയിൻറ് ഉപയോഗിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് പൂക്കൾ കൂടെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ 2 വൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് ആണോ യെല്ലോ ആണോ ഇഷ്ടമായതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ.